അങ്ങനെ 2024 അവസാനിച്ചു. കഴിഞ്ഞ വർഷം കണ്ട സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോ. നമ്മൾ കണ്ട സിനിമകളാണെങ്കിലും വായിച്ച പുസ്തകങ്ങളാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവയിലെ പല കാര്യങ്ങളും നമ്മൾ മറക്കും. എന്നാൽ നമുക്ക് മികച്ചതായി തോന്നിയ ഇഷ്ടപ്പെട്ട സിനിമകൾ തന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ഓർമ്മയുണ്ടാകും. അങ്ങനെ പേഴ്സണലി പൂർണ്ണ സംതൃപ്തി നൽകിയ 4 സിനിമകളാണ് 2024 കണ്ടത്. അവയിലേക്ക് പോകുന്നതിന് മുമ്പ് അത്രയ്ക്കില്ലെങ്കിലും ഇഷ്ടപ്പെട്ട മറ്റു സിനിമകളെ കുറിച്ച് പറയാം. ഇതുവരെ OTT-യിൽ ഇറങ്ങിയ തമിഴ് മലയാളം സിനിമകളാണ് പരിഗണിക്കുന്നത്. പിന്നെ 2024 എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുമില്ല. ബ്രഹ്മയുഗം എന്ന സിനിമയെ പറ്റി ഇപ്പോൾ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതിന്റെ പോസ്റ്റർ തന്നെയാണ്. മമ്മൂട്ടി കൊടുമൻ പോറ്റിയായി അങ്ങനെ ഇരിക്കുന്ന ആ പോസ്റ്റർ, പിന്നെ ഒടുവിലെ ആ പാട്ടും. സിനിമ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടതും ഒരു പുതുമയായിരുന്നു. കഴിഞ്ഞ വർഷം കണ്ട ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് ബ്രഹ്മയുഗമാണ്. പാർട്ട് ബൈ പാർട്ടായി നോക്കുമ്പോൾ പല വിദേശ സിനിമകളുടെയും ഇൻസ്പിറേഷൻ കാണാൻ കഴിയുമെങ്കിലും മൊത്തത്തിൽ വരുമ്പോൾ ഒരു തനി നാടൻ സിനിമയാകാൻ ബ്രഹ്മയുഗത്തിന് സാധിച്ചിട്ടുണ്ട്. 3 പേരുടെയും പ്രകടനം ഗംഭീരം. പ്രത്യേകിച്ച് സിദ്ധാർത്ഥ് ഭരതിന്റേത് ഒരു അപ്രതീക്ഷിത പ്രകടനം തന്നെയായിരുന്നു. അടുത്ത സിനിമ ആവേശമാണ്. ആവേശത്തെ പറ്റി ഇപ്പോൾ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അതിന്റെ മേക്കിംഗ് തന്നെയാണ്. ഫഹദ് പേനാക്കത്തി പിടിച്ച് ഓടി വരുന്നത്, ചായക്കപ്പ് കൊണ്ട് ചാടി വരുന്നത്, രംഗണ്ണന്റെ ഡബ് സ്മാഷ് കോമഡി, അങ്ങനെ ചിലതൊക്കെ. പിന്നെ പാട്ടുകളും കണ്ട് ആസ്വദിച്ച് വിട്ടുകളയാവുന്ന ഒരു പ്യുവർ എന്റർടൈനർ കാറ്റഗറിയിൽ ഈ സിനിമ അടിപൊളിയാണ്. പ്രകടനത്തിന്റെ കാര്യത്തിൽ ഫഹദ് തകർത്തു. ഒപ്പം അമ്പാനായി വന്ന സജിൻ ഗോപുവും. ആവേശത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കോസ്റ്റ്യൂമിനെ പറ്റി ഓർക്കാതെ പോകില്ല. ആ ഒരു പോസിറ്റീവ് കൂടി ആവേശത്തിന് സ്വന്തം. അടുത്തത് കിഷ്കിന്ധാകാന്ഡമാണ്. എല്ലാം ചേർത്ത് വെച്ച രീതിയാണ് കിഷ്കിന്ധാകാന്ഡത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത്. കുറെ ചിന്തിക്കുമ്പോൾ ചില പ്ലോട്ട് ഹോൾസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും സിനിമ കാണുമ്പോൾ എല്ലാം ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് എല്ലാം കണക്റ്റഡ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. പിന്നെ ആ കാടിനുള്ളിലെ വീട്, അവിടുത്തെ മനുഷ്യർ, ഇതെല്ലാം ഉള്ളിൽ തട്ടുന്ന രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രകടനത്തിൽ വിജയരാഘവന്റെ അപ്പുപിള്ള നേരത്തെ പറഞ്ഞ മികച്ച പ്രകടനങ്ങളോടൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒന്നാണ്. പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്ന മറ്റൊരു സിനിമയാണ് ലെവൽ ക്രോസ്. ആസിഫ് അലി, അമല പോൾ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ അധികം അഭിനേതാക്കളൊന്നും ഇല്ലാത്ത ഒരു സിനിമ. കഴിഞ്ഞ വർഷം കണ്ട സിനിമകളിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് ലെവൽ ക്രോസും. ആസിഫ് അലിയുടെ പ്രകടനം ഗംഭീരം. കഥ ചുരുളഴിഞ്ഞു വരുമ്പോൾ കാണുന്നവർക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ, അതാണ് സിനിമയുടെ പ്രധാന ആകർഷണം. സിനിമയ്ക്ക് വേണ്ടത്ര ശ്രദ്ധ ഇറങ്ങിയ സമയത്ത് കിട്ടിയില്ല എന്ന് തോന്നുന്നു. പ്രകടനത്തിന്റെ കാര്യത്തിൽ ഒരു മലയാള നടൻ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത ഒരു വർഷം കൂടിയാണ് 2024. ഹോളിവുഡിലൊക്കെ കാണുന്ന ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടും നമ്മൾ മലയാളത്തിലും കണ്ടു. പറഞ്ഞു വരുന്നത് ആടുജീവിതത്തെക്കുറിച്ചാണ്. മലയാള സിനിമയുടെ പവർ കേരളത്തിന് പുറത്തും തരംഗമാക്കിയ മഞ്ഞുമൽ ബോയ്സും കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നിയ സിനിമയാണ്. അതുപോലെ പ്രേമലുവിലെ ചില തമാശകൾ, അതിന്റെ ഒരു ഫ്രഷ്നെസ് എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു. മലൈക്കോട്ടെ വാലിബനിലെ ലോകം, അതിന്റെ പരീക്ഷണാത്മകതയൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നാണ്. ഇത്രയും സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ടവയാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഉണ്ടാക്കിയ സിനിമകളെ പറ്റിയാണ്. ആനന്ദ് ഏകർഷിയുടെ ആട്ടമാണ് അതിലൊന്ന്. ഇരയോടൊപ്പം നിൽക്കാൻ എളുപ്പമാണ്, വ്യക്തിപരമായി ഒന്നും നഷ്ടപ്പെടാനില്ലാത്തപ്പോൾ. എന്നാൽ ഏതെങ്കിലും ഒരു നേട്ടം ആ ഒരു സ്റ്റാൻഡ് കാരണം ഇല്ലാതാകുമെന്നൊരു അവസ്ഥ വരുമ്പോൾ മനുഷ്യരിൽ പലരും ഡബിൾ സ്റ്റാൻഡ് എടുത്തു തുടങ്ങും. ഈ ഒരു സത്യത്തെ വളരെ മനോഹരമായി എടുത്തു കാട്ടുന്നുണ്ട് ആട്ടം എന്ന സിനിമ. സിനിമ എന്നത് എല്ലായ്പ്പോഴും ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് നൽകുന്ന എന്റർടൈൻമെന്റ് മാത്രമല്ല, ശക്തമായ ഒരു ടൂൾ കൂടിയാണെന്ന് വിളിച്ചു പറഞ്ഞ സിനിമയാണ് ആട്ടം. സ്ക്രിപ്റ്റിലെ കൈയടക്കം, അഭിനേതാക്കളുടെ പെർഫോമൻസ്, അങ്ങനെ എന്തെടുത്താലും ആട്ടം നമ്മളെ വിസ്മയിപ്പിക്കും. ഒരേ വിജയ ഫോർമുലകളിൽ പറഞ്ഞു പോകുന്ന സിനിമകൾ മടുപ്പിക്കുമ്പോൾ ഇത്തരം സിനിമകൾ ഒരു പ്രതീക്ഷയാണ്. അടുത്തത് ഉള്ളൊഴുക്കാണ്. ഉർവശിയുടെ പ്രകടനം തന്നെയാണ് ഉള്ളൊഴുക്കിന്റെ ശക്തി, ഒപ്പം പാർവതിയും. ആ പ്രകടനം കാരണം കുറച്ചു ദിവസം മനസ്സിൽ തങ്ങി നിന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക്. മനുഷ്യ മനസ്സുകളെ, അവരുടെ ഇമോഷൻസിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ കാണാൻ പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടുകൂടിയാകാം ഉള്ളൊഴുക്ക് അത്ര മനസ്സിൽ തങ്ങിയത്. അടുത്തതൊരു മലയാളം സിനിമയല്ല. തമിഴിലിറങ്ങിയ അരവിന്ദ് സ്വാമി, കാർത്തി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മെയ്യഴകൻ എന്ന സിനിമയാണ്. സ്ക്രീനിൽ കാണുന്ന കവിത പോലെ ഒഴുകുന്ന ഒരു സിനിമയാണ് മെയ്യഴകൻ. 1-2 സീനുകളിൽ മാത്രം ഇത്തിരി കണക്ഷൻ കിട്ടാതെ പോകുന്നതൊഴിച്ചാൽ വളരെ മനോഹരമായ ഒരു സിനിമ. ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ചും മറന്നു കളഞ്ഞ ബന്ധങ്ങളെക്കുറിച്ചും ഇത്ര മനോഹരമായി പറയുന്ന വേറൊരു സിനിമ അടുത്ത് കണ്ടിട്ടില്ല. ഫോർമുലായിക് സിനിമകളുടെ ചടുലത ഈ സിനിമയ്ക്കില്ല. ഇത് വേറൊരു ലോകമാണ്. സ്നേഹത്തെക്കുറിച്ചാണ് സിനിമ. അതുകൊണ്ട് തന്നെ വെറുപ്പിനെ, വിദ്വേഷത്തെയൊക്കെ മാക്സിമം സ്ക്രീനിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ പോയാലും എന്തൊക്കെയായാലും നമ്മുടെ വേരുകൾ തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റൊന്നാണ് എന്ന് സിനിമ കാട്ടിത്തരുന്നുണ്ട്. നമ്മൾ ശരിക്കും ആരാണ്, എന്താണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ വേരിനെ തിരിച്ചറിയുമ്പോഴാണ് എന്ന് കാണിക്കുന്ന ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്ട് കാണുന്നവരിൽ ഉണ്ടാക്കുന്ന സിനിമയാണ് മെയ്യഴകൻ. വയലൻസ് കണ്ട് മടുത്തെങ്കിൽ ഇടയ്ക്ക് ഈ സിനിമയൊന്ന് കണ്ടു നോക്കും. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചു പിടിക്കുന്ന പോലെ തോന്നും. അടുത്തതും ഒരു തമിഴ് സിനിമയാണ്. കണ്ടു കഴിഞ്ഞ് കുറച്ച് ദിവസം മനസ്സിൽ തങ്ങി നിന്നൊരു സിനിമ. കഥ ഒരു ഫോർമുലായിക് റിവഞ്ച് ത്രില്ലർ ആണെങ്കിലും അതെടുത്ത രീതി ആരെയും അത്ഭുതപ്പെടുത്തും. ഒന്ന് ഗസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ കഥയങ്ങ് പോവുകയാണ് നമ്മളെയും കൊണ്ട്. വിജയ് സേതുപതി നായകനായ മഹാരാജയാണ് ആ സിനിമ. സിനിമയുടെ മേക്കിംഗ്, പ്രത്യേകിച്ച് ടൈം ലൈൻ കാണിക്കുന്നതിലെ ആ ഒരു ട്വിസ്റ്റ്, അതാണ് ഈ സിനിമയുടെ വിജയം. ഇത്തരമൊരു സിനിമയ്ക്ക് ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു മേക്കിംഗ് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. മനുഷ്യന് പരിണാമപരമായി കിട്ടിയ ഒരു സംഗതിയാണ് എമ്പതി, അതായത് സഹജീവികളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനുമുള്ള കഴിവ്. എന്നാൽ ഒരു മനുഷ്യന് ആ ഒരു കഴിവില്ല എന്ന് വെക്കൂ, എന്നൊരു ഡിഫക്റ്റ് ആകാം. അയാൾക്ക് അയാളുടെ മകൾ, ഭാര്യ, ഇവരോടല്ലാതെ മറ്റാരോടും ഒരു കരുണയുമില്ല എന്ന് കരുതുക. അയാളുടെ ഒരു സമൂഹജീവി എന്ന നിലയിലുള്ള ജീവിതം എങ്ങനെയായിരിക്കും? അയാളെ ആ സ്വഭാവം എങ്ങനെയെങ്കിലും ബാധിക്കുമോ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതറിയാം. മഹാരാജ കണ്ടവർക്ക് മനസ്സിലായി കാണും എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഇതുവരെ കാണാത്തവർ തീർച്ചയായും കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ. കുറച്ച് ബ്രൂട്ടലായ രംഗങ്ങളുണ്ട് എങ്കിൽ പോലും. അപ്പൊ കഴിഞ്ഞ വർഷം കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളുടെ ലിസ്റ്റ് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.